എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഹരിദ്വാറിലാണുള്ളത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 2 സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടത് പോയിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് ഇവിടുത്തെ ഭാരത് മാതാ മന്ദിരാണ്, രണ്ടാമത്തത് മാനസാദേവി ക്ഷേത്രവും ചാന്തി ദേവി ക്ഷേത്രവും. രണ്ടും ശിവാലി കുന്നുകളുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ട് 2 ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പോയിട്ട് കണ്ടു. ഇപ്പോൾ ആ സമയം സന്ധ്യയോടടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത് ഇവിടെയുള്ള പ്രശസ്തമായിട്ടുള്ള ആ ഒരു ആരതി കാണാനാണ്, ഗംഗ ആരതി കാണാനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചു ദൂരം നടന്ന് ഹരി കി പൗരി അല്ലെങ്കിൽ ഹർ കി പൗരി എന്ന് പറയുന്ന ഘട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ ആരതി നടക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഹരി കി പൗരി ഘട്ട് എന്ന് പറയുന്നത്. എന്നാൽ ചിലർ അത് ഹർ കി പൗരി ഘട്ടാണെന്നും പറയുന്നുണ്ട്. ഹർ എന്ന് പറയുമ്പോൾ മഹാദേവനെയാണ് ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നവരുണ്ട്. പക്ഷേ ഐതിഹ്യപ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദമുദ്ര അവിടെ പതിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെയാണ് ആ ഒരു ഘട്ടിന് ആ ഒരു പേര് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ രാവിലത്തെ ആരതിയും വൈകുന്നേരത്തെ ആരതിയും ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. രാവിലത്തെ ആരതി മംഗള ആരതി എന്നും വൈകുന്നേരത്തെ ആരതി ശൃംഗാര ആരതി എന്നുമാണ് അറിയപ്പെടുന്നത്. നമ്മൾ വാരണാസിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ രാവിലത്തെ ആരതി പ്രധാനമായിട്ടും അസീ ഘട്ടിലും വൈകുന്നേരത്തെ പ്രധാന ആരതി മണികർണിക ഘട്ടിലല്ലേ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരേ സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് 2 ആരതിയും കാണാൻ പറ്റും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഏകദേശം 700 മീറ്റർ മാത്രമേ ഈ പറഞ്ഞ ഹരി കി പൗർ ഘട്ടിലോട്ട് നടക്കാനുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ഊബർ എടുത്തതാണ്, ഒരു ബൈക്ക് ഊബർ എടുത്തതാണ്. ഇന്ന് ഞാനിങ്ങോട്ട് വന്നത് വീക്ക് ഡേയ്സിലാണ്. അപ്പോൾ ഇതാണ് ഹരി കി പൗർ ഘട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാക്സിമം നേരത്തെ വരാൻ നോക്കുക. ഒരു 4 മണിയോടുകൂടിയൊക്കെ ഇവിടെ എത്തുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല തിരക്കാണ് ഇവിടെ. ഒരുപാട് ആളുകൾ, വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും തിരക്കായിരിക്കും. ഗംഗയാണ് ഈ ഒഴുകുന്നത്. ഇതിൻ്റെ 2 ഭാഗങ്ങളിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നു പോയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാൻ പറ്റും. ഈ കാണുന്നതൊക്കെ വ്യത്യസ്ത ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രത്തിൽ പല ആളുകളും പല രീതിയിലുള്ള ആഗ്രഹപ്രകാരമൊക്കെയുള്ള ആരാധനയ്ക്കൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ ഈ പുരോഹിതന്മാരുണ്ടാവും. ഇവിടെയുള്ള ഓരോ ക്ഷേത്രങ്ങളിലും പൂജാരിമാരെ നമ്മൾ പുരോഹിതർ എന്നാണ് വിളിക്കുക. അപ്പോൾ അവർക്ക് വേണ്ട ഇതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഗംഗയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആരതികൾ വാരണാസിയിലും ഋഷികേശിലും പിന്നെ ഹരിദ്വാറിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ആരതി 1916 മുതലേ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ മുന്നേയും ആരതികൾ നടക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ആരതി തുടങ്ങിയത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ സമയത്താണ്. അദ്ദേഹമാണ് 1916 ഈ ഹരിദ്വാറിൽ കാണുന്ന, ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ആരതികൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ഈ ആരതി നടത്തുന്നത് ഇവിടെയുള്ള ശ്രീ ഗംഗാ സഭ എന്ന് പറയുന്ന സംഘടനയാണ്. അവരാണ് ഇവിടെയുള്ള ആരതിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. മനോഹരമായ ചടങ്ങാണ്. നിങ്ങൾ ഹരിദ്വാറിൽ വന്നാൽ എന്തൊക്കെ മാറ്റിവെച്ചാലും ഈ ആരതി ഒരിക്കലെങ്കിലും കാണണം. അത്രയും മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്നിട്ട് ഈ ഒരു ആരതി കാണാൻ പറ്റും. അതൊരു ചടങ്ങ് എന്നുള്ള നിലയിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ മനോഹരമായിട്ട് കാണാനുള്ള കാഴ്ചകൾ എന്ന നിലയിലെങ്കിലും നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ള ആരതിയിലുള്ളത്. ആ കാണുന്നത് ഇവിടെയുള്ള ക്ലോക്ക് ടവറാണ്. ആ ഗംഗയിലെ നടുക്കായിട്ടൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. വ്യത്യസ്ത ക്ഷേത്രങ്ങളാണ്. ഓരോന്നിൽ എന്തൊക്കെയാണ് പ്രതിഷ്ഠ എന്ന് എനിക്ക് അറിയില്ല, പേഴ്സണലായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. ഈ കാണുന്നതൊക്കെ വ്യത്യസ്ത ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ 2 ഭാഗങ്ങളിലും നല്ല രീതിയിൽ നമുക്ക് ഇരുന്ന് ആരതി കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുള്ള ഈ ഒരു ഭരണകൂടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ ഇരുന്ന് ആരതി കാണാൻ പറ്റും. പിന്നെ എനിക്കിവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആരതി നടന്ന ശേഷം ദീപങ്ങളും മറ്റുമൊക്കെ ആൾക്കാർ ഗംഗയിലോട്ട് ഒഴുക്കി വിടുന്നുണ്ട്. പലതും പ്ലാസ്റ്റിക് കപ്പുകൾ പോലെയുള്ള സാധനങ്ങളിൽ പൂക്കളും അതൊക്കെ വെച്ചിട്ട് ശരിക്കും അത് ഗംഗേനെ മലിനാക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധിയോടുകൂടി അതിൻ്റെ സമീപത്തിരുന്ന് ആരതി ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഗംഗയിലോട്ട് ഒഴുക്കി വിടുന്നതിന് എനിക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. ഞാൻ വാരണാസി പോയപ്പോഴും കണ്ടിരുന്നു. നമുക്കത് ഇഷ്ടപ്പെടില്ല. കാരണം ഈ ചെറിയ പ്ലാസ്റ്റിക് പ്ലേറ്റുകളിലും അല്ലെങ്കിൽ ഈ പേപ്പർ കപ്പ് പോലെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിട്ടുള്ളതിലൊക്കെ പൂക്കളും വിളക്കൊക്കെ വെച്ചിട്ട് ഒഴുക്കി വിടുന്നത് അത് മലിനാക്കൾ. എന്ത് സാധനം നമ്മൾ നദിയിലേക്ക് എറിഞ്ഞാൽ അത് മാലിന്യമാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാത്തതായിരിക്കും നല്ലത്. നമ്മൾ എന്ത് വിശ്വാസത്തിൻ്റെയും പറഞ്ഞാലും ഇതൊക്കെ
സുരക്ഷിതമായിട്ടും ശുദ്ധമായിട്ടും ഇരിക്കേണ്ട നദികളാണ്. അപ്പോൾ നമ്മൾ വാരണാസിയിൽ കാണുന്ന അത്ര മാലിന്യങ്ങൾ ഇവിടെ ഹരിദ്വാറിൽ ഉണ്ടാവില്ല. കാരണം കുറച്ചുകൂടി മുകളിലോട്ടാണ്. എവിടുന്ന് തൊട്ടാണ് മനുഷ്യർ കൂടുതലായിട്ട് നദികളെയും മറ്റും ഉപയോഗിക്കുന്നത്, അവിടെ തൊട്ടാണ് കൂടുതൽ മലിനമായി തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ദേവപ്രയാഗിൽ പോയപ്പം ഗംഗാ നദിയുടെ ആരംഭം അവിടെയാണ്. ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതിനേക്കാളും ശുദ്ധമായിട്ടാണ് ഗംഗേനെ നമ്മൾ കണ്ടത്. ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിത്തുടങ്ങുന്നതിനനുസരിച്ച് ഗംഗ മലിനമായി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനോഹരമായ ആരതി ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ തുടങ്ങും. ആളുകളൊക്കെ അതാ വെയിറ്റ് ചെയ്യാണ്. അവിടെ ദീപത്തിന് തിരി കൊടുത്തു. ഇനിയിപ്പം ആരതി നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ കാണേണ്ടതാണ്. ഇപ്പം നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് ആ ആരതി ഒന്ന് കാണാം. അങ്ങനെ അത് ആരതിയുടെ ചടങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് തുടങ്ങുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് കുറേ ചടങ്ങുകളുണ്ട്. അപ്പം മുഴുവൻ ആളുകളും ഇതിപ്പം കാണാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നിൽ നിന്നിട്ട് ഈ ആരതി കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കിലാണ്. ചെറിയ ശബ്ദത്തിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ആരതി കേൾക്കുന്നുണ്ടാവും. അതെനിക്ക് ഉയർന്ന ശബ്ദത്തിൽ നിങ്ങളെ കേൾപ്പിച്ച് തരാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം കോപ്പിറൈറ്റ് വരും. അപ്പോൾ എനിക്ക് ഒട്ടും അത് നിങ്ങളെ കേൾപ്പിച്ച് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് കുറച്ച് സൗണ്ട് കുറച്ച് വെച്ചതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒട്ടും കേൾക്കാൻ പറ്റാതെ വരും. നമുക്ക് നിങ്ങളിത് കാണുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു ആരതി കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിതാ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ആരതി കാണുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണല്ലോ. ഹരിദ്വാർ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ഹരിയിലേക്കുള്ള, അതായത് വിഷ്ണുവിലേക്കുള്ള കവാടം. ഹിമാലയത്തിൽ നിന്ന് സമതലത്തിലേക്ക് ഗംഗ ആദ്യമായിട്ട് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഹരിദ്വാർ. അതായത് ഇത്രയും സമയം ഗംഗ ഒഴുകി വരുന്നത് സമതല പ്രദേശത്തോടുകൂടിയല്ല. അപ്പോൾ ആ ഒരു വലിയ ഹിമാലയ കൊടുമുടിയുടെ ഭാഗത്ത് നിന്ന് ഒഴുകി വന്ന് സമതലത്തിലോട്ട് ഗംഗ ആരംഭിക്കുന്നത് ഈ ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ പ്രധാനപ്പെട്ട 4 ഘട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ബ്രഹ്മകുണ്ടാണ്. ഈ ബ്രഹ്മകുണ്ടിൻ്റെ പ്രത്യേകത, അമൃത് വീണ 4 സ്ഥലങ്ങളിൽ ഒന്നാണ് ബ്രഹ്മകുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് മഹാകുംഭമേള നടക്കുന്നത്. അപ്പോൾ കുംഭമേളകൾ നടക്കുന്നത് എവിടെയൊക്കെ വെച്ചിട്ടാണ്? ഈ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. ആ 4 സ്ഥലങ്ങളുടെ പ്രത്യേകത, അമൃതിൻ്റെ 4 തുള്ളികൾ വീണ സ്ഥലമാണ്. അപ്പോൾ അമരത്വം ലഭിക്കുന്നതാണ് അമൃത്. അപ്പോൾ ആ അമൃതിൻ്റെ ചൈതന്യവും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ലഭിക്കുന്നത് ഈ 4 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിലായിട്ട് മഹാകുംഭമേളകൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആരതി നടക്കുന്ന സമയത്ത് ക്ഷേത്രമണികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശംഖനാദം മുഴങ്ങുന്നുണ്ട്, വേദമന്ത്രങ്ങൾ, ഗംഗാസ്തോത്രങ്ങൾ ഇതൊക്കെ ചൊല്ലുന്നുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പുരോഹിതന്മാരൊക്കെ വലിയ പിച്ചളയുടെ പാത്രങ്ങളിലാണ് ഇവിടെ ആരതികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആരതി നടന്നുകൊണ്ടിരിക്കുമ്പം എല്ലാ ആളുകളും, ഇവിടെ ആരതി കാണുന്ന എല്ലാ ആളുകളും കൈകൾ ഉയർത്തിയിട്ട് ആ ഒരു ചൈതന്യത്തെ തന്നിലേക്ക് ആവാഹിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അവസാനമായിട്ടാണ് പൂക്കളും ദീപങ്ങളൊക്കെ അവർ ഗംഗയിലേക്ക് ഒഴുക്കി വിടുന്നത്. ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ല രീതിയിലുള്ള നമുക്ക് ഒരു മനസ്സിന് വലിയ സന്തോഷം കിട്ടും. അവസാനത്തെ ചടങ്ങ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര സന്തോഷമായിട്ട് തോന്നാറില്ല. ബാക്കിയൊക്കെ മനോഹരമായ ചടങ്ങുകളാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളിൽ വേറൊന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നദീപൂജയാണ് ഗംഗയിൽ നടക്കുന്നത്. അതിവിടെ ആയാലും വാരണാസിയിലായാലും ഋഷികേശിലായാലും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നദീപൂജ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ഭാഗങ്ങളിലാണ്. പിന്നെ 100 കണക്കിന് ദീപങ്ങളാണ് ഒരേ സമയത്ത് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല ഭാഗങ്ങളിലായിട്ടാണ്. നിങ്ങൾ ഇവിടുന്ന് കാണുമ്പോൾ അത് മനസ്സിലാവില്ല. കാരണം ഞാനീ നിൽക്കുന്ന ഘട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് അവർ ഈ ഒരു ഗംഗാപൂജ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു ദിവസം പോലും ഈ ഒരു ഗംഗാപൂജ മുടങ്ങാറില്ല. അത് കുംഭമേള നടക്കുന്ന സമയത്തായാലും എന്ത് ചടങ്ങുകൾ ഇവിടെ നടക്കുന്ന സമയത്തായാലും ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ആരതി നടക്കും. ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് അത് നടക്കുക. ഓരോ ദിവസങ്ങളിലും വിശേഷമായ ചടങ്ങുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആളുകൾ കൂടുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഗംഗ ആരാധന നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും, ഏത് ഡേറ്റിന് വന്നാലും, ഈ വൈകുന്നേരം വന്നാൽ, അതായത് സന്ധ്യാസമയത്ത് വന്നാൽ സന്ധ്യക്കുള്ള ആരതിയും, രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ആരതിയും കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂര്യാസ്തമയത്തോടുകൂടി ഈ ഒരു ഹരീക്കി പൗരിയിൽ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയാണ്. ശരിക്ക് ഗംഗയുടെ തിരമാലകൾ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും. നമ്മൾ കടലിലല്ലേ തിരമാലകൾ കാണുന്നത്, പക്ഷെ ഇവിടെ ഈ ഒരു നദിയിൽ നമുക്ക് ചെറിയ രീതിയിൽ തിരമാലകൾ കാണാൻ പറ്റും. ആ തിരമാലകളിൽ നൃത്തം ചെയ്യുക ഒരു അസാധാരണമായിട്ടുള്ളൊരു ചടങ്ങാണ്. വെറും ഒരു മതപരമായിട്ടുള്ള ചടങ്ങ് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. വിശ്വാസവും ഭക്തിയും പാരമ്പര്യവും ഒക്കെ ഒത്തുചേരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്, മനോഹരമായ ചടങ്ങുകൾ. അപ്പം നിങ്ങളിവിടെ വരണം, എന്തായാലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്നിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ്
ഹരിദ്വാർ എന്ന് പറയുന്നത്. വിഷ്ണുവിലേക്കുള്ള കവാടാണിത്. വാരണാസി പോലെ തന്നെ അതിപ്രാധാന്യമുള്ള സ്ഥലമാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം, ഈ കാഴ്ചകളൊക്കെ കാണണം, ഈ ഗംഗാ ആരതിയിൽ പങ്കെടുക്കണം. മനോഹരമായ ചടങ്ങുകൾ ഇവിടെ കണ്ടു. വിവിധ ഭാഷകളിൽ ഈ ഒരു പേരെഴുതി വെച്ച് ശ്രീ ഗംഗാ മന്ദിക. അതൊരു ക്ഷേത്രമാണ്, ഒരു പ്രാചീനമായിട്ടുള്ള ക്ഷേത്രം. അവിടെ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ഭാഷകളിലും അതിൻ്റെ പേരവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. സന്ധ്യയോടുകൂടി മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം മുഴുവൻ. അങ്ങനെ ഇവിടെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞു. അവിടെ കണ്ടത് നമ്മൾ നേരത്തെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകേണ്ട പാലമാണ്, ഒരു വില്ലിൻ്റെ ആകൃതിയിൽ. മനോഹരമായ ഒരു ചടങ്ങുകൾ. ആയിരക്കണക്കിന് ആളുകൾ ഇതാ ഇവിടുന്ന് ആരതിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും മനോഹരമായിട്ട് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ എന്തായാലും എനിക്കിവിടെ വരാനും ഇതിലൊക്കെ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞത് മുൻജന്മ സുഹൃതായിട്ട് കരുതുന്നു. വളരെ സന്തോഷം. മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിവിടുന്ന് തിരിച്ചു പോവുക. ഒരിക്കലെങ്കിലും നമ്മളിത് വന്ന് കണ്ട് പങ്കെടുത്ത് ആ ഒരു ശരിക്കും നമുക്കത് ഉള്ളിൽ ഫീൽ ചെയ്യും. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ തരത്തിലുള്ള, നമ്മൾ പറയും നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ വിവിധമായ സംസ്കാരങ്ങൾ ചേരുന്ന വലിയൊരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഹരിദ്വാറിൻ്റെ മണ്ണിൽ ഗംഗയുടെ തീരത്ത് നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കാൻ സാധിച്ചതും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിയുള്ളവർക്ക് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായ വീഡിയോ അവർ കൂടി കാണുന്നുള്ള ആഗ്രഹത്തിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലെ മനോഹരമായ ഇന്ത്യയുടെ ആത്മാവുകൾ തേടിയിട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.